ഞാൻ തന്നെ ഗന്ധർവൻ. നീ ഗന്ധർവൻ. യാ. നീ എവിടെ നിന്നാന്ന്? ആ, അതെനിക്ക് നേരത്തെ തോന്നി നീ തട്ടുംപുറത്ത് നിന്നാന്ന്. ചേട്ടാ, തട്ടുംപുറത്ത് നല്ലെന്ന്, ആകാശത്ത് നിന്നാന്ന്. ഐ മീൻ ഹെവൻ. ഹെവന്റെ മലയാളം തന്നെയാണെന്ന്. സ്വർഗം. ആ അവിടെ നിന്ന് തന്നെ. ഷോ, പോ അവിടുന്ന്. എന്നെങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വന്നു. അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ടിരിക്കുക. ഏത് സ്വർഗത്തിലാടാ കോട്ട് സൂട്ട് യൂണിഫോം ആക്കിയത്? എൻ്റെ പൊന്നുമോനെ, അത് നീണ്ട ഒരു കഥയാ. जनक देवांगज जनक देवा वृंदावन सारम. മിത്രമേ, പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഞാൻ ആലപിക്കുന്നതിൻ്റെ അത്രയും വരുത്തില്ലെങ്കിലും കൊള്ളാം. അങ്ങേക്ക് അറിവുള്ളതല്ലേ, നാം സംഗീതം ആലപിച്ച ഈ പ്രപഞ്ചം മുഴുവൻ നിശ്ചലമാകും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വേണ്ട, നാം തന്നെ പറയാം. നമ്മുടെ ഈ മധുരമാർന്ന സ്വരം ശ്രവിച്ചിട്ടാ. അതെ, അങ്ങയുടെ ഈ മധുരമാർന്ന സ്വരം ശ്രവിച്ചാൽ ആരായാലും സ്തംഭിച്ചു പോകും. മിത്രമേ, നാം സത്യമാണ് പറഞ്ഞത്. നമ്മെ പ്രഹരിച്ചാലും നിന്നെ നമുക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല മിത്രമേ. അവനിലൂടെയാണ് ഞാൻ സൗഹൃദം എന്തെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ നിന്റെ കടമകൾ നിനക്ക് നിർവഹിക്കാൻ സാധ്യമല്ലെങ്കിൽ നീ ഇവിടെ ജീവിക്കാൻ അർഹനല്ല. നാം ഇന്ദ്രജിത്ത് നിനക്ക് ശാപം നൽകുന്നു. സാധാരണ മാനവരെ പോലെ നീയും ഭൂമിയിൽ ജീവിക്കാൻ ഇടയാവട്ടെ. तत्थिम तत्थिम तुम तत्थिम किड़तक थिम तत्तकिट्ट तत्थिम तत्थिम तुम तत्थिम किड़तक तरगिड़थिम. നരണി, നാം കേട്ടറിഞ്ഞതിനും എത്രയോ മനോഹരമാണ് ഇവിടം. യഥാർത്ഥത്തെ സ്വർഗം ഇവിടം തന്നെ. അങ്ങനെ ഞാനിവിടെ ലാൻഡ് ചെയ്തപ്പോൾ ആദ്യമായി പോയത് ഒരു ചായക്കടയിലാണ്. അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോനെ ഏത് ബാലാട്രൂപ്പിന്ന്? അപ്പോ ആ നിമിഷം അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ആ കോസ്റ്റ്യൂം മാറ്റാന്ന്. അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് വല്ലാതെ അങ്ങ് ഇഷ്ടമായി. അത് ഞാനങ്ങ് എടുത്തു. പക്ഷേ വെയിറ്റ്, അവിടെ എങ്ങനെ പോലീസ് വന്നേ? അത് എടുത്തു എന്നുള്ളതൊക്കെ ശരിയാ, ബട്ട് ഞാൻ അവരോട് ചോദിച്ചില്ലായിരുന്നു. ആരോട്? ഇതൊന്നും അനക്കാറില്ലെന്തോ, ചൊറിഞ്ഞിട്ട് വയ്യ. എടാ, എടാ 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 പൊട്ടാ, താൻ വല്ല ഗന്ധർവനല്ലോ, തനിക്ക് മാനുഷായി കൂടായിരുന്നോ? അയ്യോ മറന്നുവിടാ. ആ ബെസ്റ്റ്. അതൊക്കെ പോട്ടേന്ന് വെക്കാം. എനിക്കറിയോ,
ആ ചായക്കടയിൽ ചെന്നപ്പോൾ ചായ കുടിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണുമ്പിള്ള എന്നെ കൊണ്ട് പൊറോട്ട അടിച്ചടാ. അതും ഇത്രയും സുന്ദരനായ ഒരു ഗന്ധർവനെയും കൊണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? സത്യം പറ. നീ അവന്മാര് പറഞ്ഞിട്ട് വന്നല്ലേ? ഏത് ആ പോർത്ത് കിടന്നുറങ്ങണ പോട്ടന്മാരാ? ആക്ച്വലി അവന്മാരും എൻ്റെ അനിയത്തിയും കൂടി അങ്ങനെ ഒരു പദ്ധതി കിട്ടായിരുന്നു. പക്ഷെ ഞാൻ അവന്മാർ പറഞ്ഞിട്ട് വന്നൊന്നുമല്ല. ഞാൻ ശരിക്കും ഗന്ധർവനാ. ഓഹോ, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഇറങ്ങടാ, ഇറങ്ങ. എൻ്റെ ഇഷ്ടത്തിനൊന്നും ഉണ്ടല്ലോ നീ എന്നെ വിളിച്ചു വരുത്തിയേ. എന്തുകൊണ്ട് ഞാനങ്ങ് പോവില്ല. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയെന്നാ? ഞാൻ ഗന്ധർവനെ വിളിച്ച. യാ ഇറ്റ്സ് മീ. എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് മനസ്സിലായില്ല? 100 വയസ്സായിട്ടും നിന്നെക്കാളി എങ്ങാട്ടിരിക്കണ കണ്ടാ? നിന്നൊക്കെ എൻ്റെ പ്രായത്തിൽ തന്തവ്യമെന്ന് പറയും പിള്ളേർ. ഇതൊക്കെ നീ പറയണല്ലേ? അതിന് എന്താ തെളിവുള്ള? ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നീ എന്നാടാ ഇങ്ങനെ മനുഷ്യന്മാരെ പോലെ എന്നെ തരം നടത്തുന്നേ? എനിക്കങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പക്ഷെ എനിക്കൊരു ഐക്കോണിക് സിമ്പിളുണ്ട്, സ്പെഷ്യലായിട്ട്. ഓ, അതിവിടെ ഉണ്ടോ അതോ വല്ല സൂര്യനും ചന്ദ്രനും വെച്ചിട്ട് ഇങ്ങ് പോന്നോ? അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ അതൊക്കെ കാണിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് എന്തൊക്കെ പോലെ. നീ ഇറങ്ങിക്കേ, നീ ഇറങ്ങിറങ്ങ, ഓർത്തിറങ്ങ. നിന്റെ നിപ്പും ശരിയല്ല, നിന്റെ നടപ്പും ശരിയല്ല, നീയേ ശരിയല്ല. ഇറങ്ങ. അയ്യോ ഞാൻ സാധ്യല്ല. പക്ഷെ ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. ആ അതെന്നെ വിളിച്ച് വരുത്താനും പാലേക്കണായിരുന്നു. ഒന്നങ്ങ് വെച്ച് തന്നാണ്ടല്ലോ. എനിക്കിപ്പോൾ എന്നെ വേണ്ടേ? പ്രൂഫല്ലേ വേണ്ടേ? ഞാൻ എൻ്റെ മധുരമാർന്ന ഈ സ്വരത്തിൽ ഒരു പാട്ട് പാടാം. അപ്പോൾ നിനക്ക് എന്തായാലും വിശ്വാസവും. നീ ശരിക്കും കിട്ടും. എത്തിപ്പിടിക്കുക കേട്ടോ. ചിരിച്ചു കൊഞ്ചുന്ന വണ്ട് ചില്ലക്ക കെട്ടിയ പൊന്ന് ചേലുള്ള രാമൽ പൂവാണ് നീ. ചെക്കന്റെ ഉള്ളിൽ ഞാൻ കൂടായി മാറാം. വസ ഏ വസ ഏ വസ ഏ വസ ഏ വസ 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 ഏ വസാരേ വസ വസാരേ വസാരേ വച്ച വസാരേ. നീ നെട്ടിയില്ലേ? എനിക്കറിയാം നീ നെട്ടി. എൻ്റെ പാട്ട് കേട്ട് അവിടെയുള്ളവരെല്ലാവരും എന്നെ പ്രശംസിക്കാറുള്ളത്. പക്ഷെ എനിക്ക് ഈ പ്രശംസയൊന്നും ഇഷ്ടമല്ല. എന്നാലും എനിക്ക് പ്രശംസിക്കാൻ തോന്നിയെങ്കിൽ പ്രശംസിക്കാട്ടോ. ആഹാ, നീ എന്നെ പുറത്താക്കിയില്ലേ? എനിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്നെ പുറത്താക്കി എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പോവാ. അല്ല, ഞാൻ ഗന്ധർവനല്ലേ? നമുക്കെന്ത് ഡോറപ്പാ. അവൻ്റെ ഒരു ചിരിച്ചു കൊല്ലണ വണ്ട്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതെന്തോ. ശരിക്കും പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണ്ടേ. ഗന്ധർവനാ പോലും. ആരെയോ ഡൂഡ്, എന്നെയാണോ? നീയാ? നീ എങ്ങനെ കയറുന്ന? ഇങ്ങനെ ആ, ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്താടാ? തിരുമി മാൻ. ഞാനിതൊക്കെ സ്വപ്നം കാണണേ. നിനക്കിപ്പോ വേനെടുത്തില്ലേടാ? ഇത് സ്വപ്നമൊന്നുമല്ല. നീ വിളിച്ചിട്ട് വന്ന ഗന്ധർവനാ. മനസ്സിലായോടാ സോയിപ്പേ? വീണ്ടും ഞാൻ സ്വപ്നം കാണാ. പിന്നെ ശങ്കരം തെങ്ങി തന്നെ. ഇവനൊക്കെ വിളിച്ചിട്ട് വന്ന് എന്നെ വേണം പറയാൻ. ഇതെന്നെ അവസാനമായിട്ട് പറയാ, ഞാനാടാ ഗന്ധർവൻ. ഒന്ന് വിശ്വസിക്കടാവേ. ഇല്ല, ഇതൊന്നും സത്യമല്ല. ഇതൊക്കെ എൻ്റെ ഇമാജിനേഷനാ. ഇനി വേറെ വഴിയില്ല, അത് ചെയ്തേ പറ്റൂ. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോ നീ സമ്മതിക്കത്തില്ലേ? വേണ്ട. നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് തന്നെ മാറിപ്പോ. നീ ഇതെന്താ ചെയ്യുന്നേ? I will show you. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് കുറച്ച് മേലോട്ട് വന്നു, അത്രേ ഉള്ളൂ. അതായത് സംശയം എന്താ? ആകാശത്തിലോട്ട്. അപ്പൊ നീ ശരിക്കും ഗന്ധർവനാണല്ലേ? യാ, ഞാൻ വിളിച്ചിട്ട് വന്ന. യാ എന്താ ഡൂഡ്, ഞാൻ നിന്നേക്കാൾ അനുസരല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? ഇഷ്ടപ്പെട്ടോ?
നല്ലല്ലേ? എനിക്ക് വീട്ടിൽ പോണോ? എന്നെ തിരിച്ചു കൊണ്ടാക്കടാ. പറഞ്ഞു കേട്ടില്ലേ, എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ. നിന്നെ ഇവിടെ നടന്ന് നേരെ അങ്ങ് താഴത്തോട്ട് ഇട്ടാലോ? പെട്ടെന്ന് ലാൻഡ് ചെയ്യാം. എന്തു പറയണേ? വേണ്ട വേണ്ട, എന്നെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടത് അതുപോലെ എന്നെ കൊണ്ടുവന്ന് വീട്. ആരാണ് അവിടെ നോക്കിണ്ടാക്കണേ? ഇത് അവനല്ലേ ആ കൊച്ചു ടിവിയിലൊക്കെ വരുന്ന? ഞാൻ തന്നെ. ആഹാ, നിന്നെ ഒന്ന് കാണാതിരിക്കുകയാണ്. അവൻ രാവിലെ ആകുമ്പത്തേനും വരും തന്നെ. ഇത് ഞങ്ങളുടെ ഏരിയ എന്നും പറഞ്ഞു. എടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ മോനെ മുന്നിലെ? അവന് തൂക്കിയെടുത്താ താഴത്തോട്ട് ഇറയടാ. വേണ്ട വേണ്ടാട്ടോ, ആ ലൂട്ട് ചേർക്കാൻ അങ്ങനെ പലതും പറയും. എന്ന് വെച്ച് നിന്നെ തൂക്കിട്ട് തറയാൻ പോവാ? എനിക്ക് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഹാപ്പി ജേർണി ഡോട്ട്. അപ്പൊ ഞാൻ ചത്തില്ലേ? ഗുഡ് മോർണിംഗ് ഡോഡ്. ഇപ്പോഴാണ് എണീക്കുന്നേ. ജാനുജി രാവിലെ എന്നെ ചൂട് ചായ ഇവിടെ കൊണ്ടുവന്ന് വെച്ച. നീ എണീക്കാൻ വൈകിയോണ്ട് ഞാനതെടുത്ത് കുടിച്ചു. സത്യം പറയാലോ, നല്ല അടിപൊളി ചായ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ചായ ഇട്ടുതരാമെന്ന് വിചാരിച്ചു. ഞാനേട്ടാ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. 1 കപ്പ് ഓഫ് മിൽക്ക്, അനദർ കപ്പ് ഓഫ് ആ വലിയ ഇംഗ്ലീഷ് ഉണ്ടോ? മലയാളം മതി. 1 കപ്പിൽ പാല്, മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ, മധുരമൽ. എടാ പഞ്ചാര വേണോടാ? ഷുഗർ ഉണ്ടോ? നീ ഒന്നും പറയില്ലെന്നറിയാം, ഞാൻ പഞ്ചാര ഇട്ടോളാം. നിന്റെ മുഖം കണ്ട അറിയാം ഒരു പഞ്ചാര പ്രിയനാന്ന്. കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. ഈ ചെക്കൻ എന്തിങ്ങനെ? ഒരു കപ്പാസിറ്റി ഇല്ല. സീരിയലി പോയി. നല്ല ബെസ്റ്റ് ആളാ. അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. ശ്രീതു എണീക്കുക, സമയം ഒരുപാടായിട്ടോ. എണീക്കുന്ന ഇത് എന്തുറക്കാ? മുത്തശ്ശി അവിടെ കിടന്ന് ഒച്ച വയ്ക്കാട്ടോ. നീ എണീച്ച് വരുന്നുണ്ടോ? ദൈവമേ, റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. നീ തട്ടിപ്പോയാ? എന്ത് നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരുന്നേന്ന്? ദേഷ്യപ്പെടാതെ ചുമ്മാ തട്ടിപ്പോന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നില്ലേ? എന്താ? എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് വേഗം റെഡി ആവോ, അമ്പലത്തിൽ പോണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. നീ ഓക്കെ അല്ലേ? ദൈവമേ, ഇന്ന് കാക്കയൊക്കെ മലന്ന് പറക്കും. എന്തൊരു നാണോ. ഓഹോ, രണ്ടും കൂടി ഇതാണല്ലോ പരിപാടി. ഇതങ്ങ് ഇവിടെ ചേട്ടൻ വന്നു കണ്ട നിന്നെ എടുത്തിട്ട് അടിക്കും, അതുപോലെ തന്നെ എന്നെ എടുത്തിട്ട് അടിക്കൂടാ. നിങ്ങൾ രണ്ടും കൂടി എന്നെ തല്ലൊളിക്കാനും കൂടെ കൊണ്ടുവന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞേ വന്നില്ലാന്ന്. പിന്നെയും വന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഓർത്ത് മാത്രം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എന്നെ കൊല്ലി. മനുഷ്യയാണെങ്കിൽ ഇവിടെ പെണ്ണുമില്ല പിളക്കൂലില്ല. ഒന്നേരോ രണ്ടും കൂടി ഉമ്മ ചോദിക്കണം. എന്താ?
ഉം. ഉം. ഓ എനിക്കങ്ങും വേണ്ട. എടാ മോനെ എണീറ്റ്, ഇത് ചായയൊക്കെ ചൂടാറി പോവാട്ടോ. എവിടെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അതുവരെ എൻ്റെ മോഹനെ നിദ്രയ്ക്ക് ഞാൻ കാവലിരിക്കാം. നീയും അത്ര മോശമൊന്നുമല്ല, ഒരു സുന്ദരൻ തന്നെയാ. നീ പോയില്ലേ? അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ പോയില്ലായിരുന്നോ? എന്നുവെച്ചാ നീ പറ, എന്നുവെച്ചാ നീ നീ ശിവ, നീ ഇതാരോട് സംസാരിക്കുന്നേ? ഫോണിലാണോ? അത് ചോദിക്കാനാ നീ ഇപ്പൊ ഇങ്ങ് വന്ന് പോടി. നീ എന്തിനാ ഡോർ അടിക്കുന്നേ? നീ ആരെയാടാ റൂമി കയറ്റി വിളിപ്പിച്ചാണ്? ഓഹോ, അപ്പൊ നീ ഇതിനാണല്ലേ മാസം മാസം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ അല്ലേടാ? കൊള്ളാ, തുറക്കടാ മതില്. നിനക്കിപ്പോ എന്തടി, ഇറങ്ങി പോടി. ഓക്കെ, ഇപ്പൊ പോവാ, പിന്നെ എടുത്തോളാം. അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എനിക്ക് നിന്നെ കാണാൻ പറ്റുള്ളൂ. മാറിപ്പോയി, നിനക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. ഇതെന്തോ ഇത്? അതല്ല, എന്നെ നിനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന്. That means you're a big host.